അസ്സലാമു അലൈക്കും. കാസർഗോഡ് മഞ്ചേശ്വരത്ത് തുമിനാട് എന്ന് പറയുന്ന ഉൾഗ്രാമത്തിൽ ഇന്ന് വളരെ സങ്കടകരമായ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. മറിയം ജുമൈല എന്ന് പറയുന്ന 18 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകളെ ഉമർ ഫാറൂഖ് എന്ന് പറയുന്ന വാപ്പ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തി എന്ന് പറയുന്ന ദാരുണമായ ഒരു സംഭവത്തിന് ഇന്ന് കേരളക്കര സാക്ഷ്യം വഹിച്ചു. എല്ലാവരും ഈ ബറാത്ത് രാവിൽ ഇബാദത്തിലും അതുപോലെ തന്നെ ഖുർആനോത്തിലും എല്ലാം റമദാനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം വൃത്തികെട്ടവൻ ഫാറൂഖ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മനുഷ്യൻ, പേരുകൊണ്ട് മാത്രം അദ്ദേഹം ഒരു മനുഷ്യനാണ്, പ്രവൃത്തി കൊണ്ട് അദ്ദേഹം ഒരു മൃഗമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്കും സങ്കടകരമായ ഒരു കാര്യം. ഈ അപകടം നടന്നതിന് ശേഷം ആ സ്ഥലത്ത് വെച്ച് പിടഞ്ഞിട്ടും ആ പിഞ്ചു മോളെ ഒന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പോലും ഈ വൃത്തികെട്ടവൻ തയ്യാറായിരുന്നില്ല എന്നാണ് ദൃസാക്ഷികൾ തന്നെ പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു കാരണം, ഇദ്ദേഹം കള്ളും അതുപോലെ തന്നെ കഞ്ചാവും അടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഈ അടുത്തിടെയാണ് വിദേശത്തിൽ നിന്ന് നാട്ടിലെത്തിയത് എന്നും അതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങിയതും എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് ആദ്യമായിട്ട് ആ വാർത്ത ഒന്ന് കേൾക്കാം. കാസർഗോഡ് മഞ്ചേശ്വരത്ത് 18-കാരിയെ പിതാവ് വെട്ടിക്കൊന്നു. കുഞ്ചത്തൂർ തൂമിനാട് സ്വദേശി ജുമലയാണ് മരിച്ചത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ ചേരുന്നു. അരുൺ പാറക്കൽ, എന്താണ് ഈ ക്രൂരതയ്ക്ക് കാരണം? എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ഞാനിപ്പോൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത്. ആ സംഭവം ഉണ്ടായ സ്ഥലമാണ്. ഇതാണ് തൂമിനാട് ഹിൽ ടോപ്പിലുള്ള ജുമൈലയുടെ വീട്. ഇവിടെ വെച്ചാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ പോലും പൂർണ്ണമായും കാണിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഇവിടെ പോലീസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ മുഴുവൻ രക്തമാണ്, വീട്ടിൽ മുഴുവൻ രക്തമാണ് ഉള്ളത്. 18 വയസ്സാണ് ജുമൈലയ്ക്കുള്ളത്. പിതാവുമായി ഈ കുടുംബം വേർപിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. പിതാവ് ഈ മയക്കുമരുന്നിന് അടിമയാണ്. അങ്ങനെ പിതാവിനെ ഈ വീട്ടിൽ നിന്ന് മാറ്റിയതാണ്. പിന്നീട് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായിരുന്നു. ആ തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. ഇന്ന് ആ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി പിതാവ് ഇവിടേക്ക് എത്തിയതായിരുന്നു. അതിനിടയിലാണ് കത്തി ഉപയോഗിച്ച് ഈ കുട്ടിയെ ആക്രമിക്കുന്നത്. അത് ഗുരുതരമായി പരിക്കേറ്റു. ആശുപത്രിയിൽ എത്തിച്ച് ശേഷം മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കുട്ടിയുടെ സഹോദരി നമുക്കൊപ്പം ചേരുകയാണ്. എന്താ സംഭവിച്ചു? ദിലീപ് കുമാർ, വല്ലാത്ത വൈകാരികമായ അവസ്ഥയാണ്. കുട്ടിയുടെ സഹോദരിയാണ്. അവർക്ക് ഒന്നും പറയാൻ സാധിക്കാത്തൊരു അവസ്ഥയാണ്. ഈ പിതാവ് നിരന്തരമായി ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. പോലീസ് ഉമ്മറിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നാട്ടുകാർ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ നാട്ടുകാരാണ് ഈ പ്രതിയെ തടഞ്ഞു വെച്ചത്. അതിനുശേഷം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മയക്കുമരുന്ന് തന്നെയാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിയുടെ സഹോദരിയുടെ ഉൾപ്പെടെ മൊഴിയുണ്ട്. അതിൽ പറയുന്നത് നിരന്തരമായി ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. ആ മയക്കുമരുന്ന് ഉപയോഗിച്ച് കുടുംബത്തിൽ പ്രശ്നമുണ്ടാവാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തെ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത്. അതിനുശേഷം സ്ഥലവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായി. ആ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഉമ്മറിൻ്റെ സഹോദരന്മാർ ഉൾപ്പെടെ ഇടപെട്ടു. അങ്ങനെ ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ ഇവിടേക്ക് എത്തിയതായിരുന്നു. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇവിടേക്ക് പിതാവ് എത്തിയത്. അതിനുശേഷം ഈ ജുമൈലയെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. കുട്ടിക്ക് മാരകമായി പരിക്കേറ്റിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനി ഉമ്മറിനെ വിശദമായി ചോദ്യം ചെയ്യണം. എന്താണ്, കഞ്ചാവാണോ ഉപയോഗിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അപ്പോൾ വാർത്ത നിങ്ങൾ കേട്ട് കാണും. മറിയം ജുമൈല എന്ന് പറയുന്ന 18 വയസ്സ് മാത്രമുള്ള മകളും അതുപോലെ തന്നെ ഉമ്മയായ താഹിറയും ഇദ്ദേഹവുമായിട്ട് അകന്ന് താമസിക്കുകയാണ്. ഇദ്ദേഹം നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കാരണം തന്നെ ഇദ്ദേഹം വിവാഹമോചനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡൈവേർട്ട് പെറ്റീഷനും എല്ലാം മൂവ് ചെയ്യുന്നതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിൻ്റെ മുമ്പിലുള്ള സ്ഥലത്തിൻ്റെ ആധാരം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവിടെ എത്തുന്നത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എത്തിച്ചേരുന്നതും. അതുമായി ബന്ധപ്പെട്ട് സഹോദരിയുടെ ഭർത്താവുമായിട്ടാണ് ആദ്യം വാഗ്വാദത്തിൽ ഏർപ്പെടുന്നത്. ആദ്യം അദ്ദേഹവുമായിട്ട് കയ്യേറ്റമുണ്ടാകുന്നു, അദ്ദേഹത്തെ ആക്രമിക്കുന്നു. അത് തടയാൻ വേണ്ടിയിട്ട് ഇവരുടെ ഭാര്യയുടെ താഹിറയുടെ അനുജത്തി ശ്രമിക്കുന്നു, അവരെയും ആക്രമിക്കുന്നു. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ മറിയം ജുമൈല എന്ന് പറയുന്ന 18 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകൾ
ആ പ്രശ്നത്തിന് അടുത്തേക്ക് വരുന്നതും അതിൽ ഇടപെടുന്നതും. ആ സമയത്ത് കഴുത്തു നോക്കി കുത്തുകയാണ് ഈ വൃത്തികെട്ട മനുഷ്യൻ എന്ന് പറയുന്ന ഉമർ ഫാറൂഖ് എന്ന് പറയുന്ന വൃത്തികെട്ടവൻ. ഇവനെയൊന്നും നിയമത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അറബി രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ എത്രയും പെട്ടെന്ന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് തല വെട്ടി മാറ്റുകയാണ് ഇതിനുള്ള ഏക പോംവഴി. കാരണം നമ്മുടെ നാട്ടിലെല്ലാം ഇതിനുള്ള ഒരു ശിക്ഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയാൽ തീർച്ചയായിട്ടും ഒരു ജീവപര്യന്തമായിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്. അത് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, അതിൽ 10-30 പരോൾ ഉണ്ടാവും. ആ പരോൾ കഴിയുന്ന സമയത്ത് വരുന്നു, വേറൊരു വിവാഹം കഴിക്കുന്നു, ഹണിമൂണെല്ലാം കഴിച്ചതിന് ശേഷം സുഖമായിട്ട് വീണ്ടും ജയിൽ പോകുന്നു, വീണ്ടും അവർക്ക് പരോൾ കിട്ടുന്നു. ഇത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഇവന്റെ പേരിൽ മാത്രമേ മനുഷ്യത്വമുള്ളൂ, പ്രവൃത്തിയിൽ യാതൊരു മനുഷ്യത്വവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദൃസാക്ഷിയായ കുടുംബ സുഹൃത്തായ ഒരു സ്ത്രീ തന്നെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യമായിട്ടൊന്ന്. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ആധാരമെല്ലാം അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനെ തിരിച്ചു തരാൻ അയാൾ മാത്രം വന്നതാണ്. ഇയാൾ വരും ഞങ്ങൾക്കറിയാലോ. അയാൾ വന്ന് ഡോക്യുമെൻറ്റ്സ് ഞങ്ങളെ ഏൽപ്പിച്ച് വേണ്ട അയാൾ അമ്മൻ്റെ ചങ്ക് പിടിച്ച് ഷോൾ പിടിച്ച് അപ്പം ഞാൻ എല്ലാവരും ഉണ്ട്, എല്ലാം തടഞ്ഞ് പൊക്കിയിട്ടൊന്ന് ചാക്ക് എടുത്ത് വീശി എല്ലാം പിടിച്ച്. അപ്പം എൻ്റെ കാരണം മൂത്തയുണ്ട്, അയാളെ കാലിലേക്ക് ഫസ്റ്റ് ഇട്ട് ചാക്ക് മീൻസ് നൈഫ്, അത് കാലിലേക്ക് വിട്ട്. ഓൾറെഡി അയാൾ പോയി, ബോധം പോയി. പിന്നെ പിന്നെ അയാൾ പെണ്ണുങ്ങളുണ്ടായത്. ആ ഗ്യാപ്പിൽ ഓൾ എങ്ങനെ അടിയിൽ പോയി എന്നറിയാലോ. ഓൾ പോയതും ചങ്കിലേക്കാണ് ഇട്ടത്. അപ്പോൾ ഓൾ താഴെ വീണിട്ടായി കൈക്കേ വീണു. കുറേ നേരം ഉണ്ടായി പടുക്കുന്നുണ്ടേ. ആരും എന്താക്കാൻ കഴിഞ്ഞിട്ട് സ്വന്തം ഉപ്പന്നുണ്ട് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്തെങ്കിലും ആവട്ടെ അവിടെ നോക്കിയിട്ടിരുന്നത് ഓളിങ്ങനെ പടുക്കുമ്പോക്ക് എന്താക്കും. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ കേട്ട്. കാരണം അബദ്ധവശാൽ മറിയം ജുമൈല എന്ന് പറയുന്ന 18 വയസ്സ് മാത്രമുള്ള മകൾ ഈ പ്രശ്നത്തിന് ഇടയിലേക്ക് പോയതാണ്. പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ അടിയിൽപ്പെട്ടത് എന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം കുടുംബ വഴക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഉമ്മ താമസിക്കുന്ന അനുജത്തിയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നതും അവിടെ വെച്ച് പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവുന്നതും അവസാനം മകളുടെ ഈ കൊലപാതകത്തിലേക്ക് തന്നെ എത്തിച്ചേരുകയും ചെയ്തത് എന്നുള്ളതാണ്. ആ പ്രതി ആ സ്ഥലത്ത് വെച്ച് ഒന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ ഒരുപാട് സമയം ഉണ്ടായിട്ട് പോലും അതുപോലും അദ്ദേഹം ചെയ്തില്ല എന്നും അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. അതിനുശേഷം നാട്ടുകാരെല്ലാം കൂടി പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ലാതെ വളരെ മൈന്യൂട്ടായിട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു പശ്ചാത്താപമോ ഒരു കുറ്റബോധമോ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം നിരന്തരമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ മദ്യപാനവും അതുപോലെ തന്നെ കഞ്ചാവും ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് അവിടുത്തെ വാർഡ് മെമ്പറായ ഷെരീഫ് തന്നെ പറയും. നമുക്കതോടെ ഇത് കുറേ സമയമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നു. പ്രശ്ന പരിഹാരത്തിൻ്റെ ഇടയിലാണ് പിതാവ് മറിയമത്ത് ജുമൈർ എന്ന് പറയുന്ന സ്വന്തം മകളെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അദ്ദേഹം കാലങ്ങളായി ലഹരിക്കടിമയായിരുന്നു, ഗൾഫിലായിരുന്നു, പ്രവാസിയായിരുന്നു. അവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് നാട്ടിൽ വന്നു. ഇടയിൽ ജയിലിൽ നിന്ന് പുറത്തു വന്ന വ്യക്തിയാണ്, കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിദേശത്ത് പണിയായിരുന്നു, അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. ഈ അടുത്തിടെയാണ് പ്രവാസ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് തിരിച്ച് നാട്ടിലെത്തിയത്. നാട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്നായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോയത്. അവിടെ നിന്നാണ് ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം സ്വന്തം ഭാര്യയുടെ അടുത്തേക്ക് പോയി അവിടെ കച്ചറ ഉണ്ടാക്കുന്നു. അവിടെ നിന്ന് മകളെ കൊലപ്പെടുത്തി ഇപ്പോൾ രണ്ടാമതും ജയിലിലേക്ക് പോകുന്നു. ഇത് അദ്ദേഹത്തിന് ഒരു പുതിയ സംഭവമൊന്നുമല്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽപ്പെട്ട ആൾക്കാർ തീർച്ചയായിട്ടും സമൂഹത്തിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ ദോഷമാണ് ചെയ്തു വെക്കുന്നത്. കാരണം ഇത്തരത്തിൽപ്പെട്ട മയക്കുമരുന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമായി കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരുടെ കയ്യിലേക്ക് അത് പെട്ടെന്ന് എത്തിച്ചേരുന്നു. തീർച്ചയായിട്ടും അത് ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ അനാഥമാവാൻ വേണ്ടി കാരണമാവുന്നു എന്ന് പറയുമ്പോൾ വലിയ സങ്കടമാണ്. വലിയ രീതിയിലുള്ള ബോധവൽക്കരണം ഇത്തരത്തിൽപ്പെട്ട സംവിധാനങ്ങളിലൂടെ നടത്തിയാൽ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്ത കാലത്തോളം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ മറിയം ജുമൈല എന്ന് പറയുന്ന 18 വയസ്സ് മാത്രമുള്ള പിഞ്ചു മോൾക്ക് ഇന്ന് ജീവൻ നഷ്ടമായിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ഉമ്മയായ താഹിറ എന്ന് പറയുന്ന സ്ത്രീ വാവിട്ട് കരയുന്നത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും. ആ ഒരു 2 ജീവിതവും ഇപ്പോൾ അനാഥമായിരിക്കുകയാണ്. ഇവരുടെ സ്വൈര്യമില്ലായ്മ കൊണ്ട് തന്നെയാണ് വീട് വിട്ടുകൊണ്ട് സഹോദരിയുടെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി ആ സ്ത്രീ തയ്യാറായതും അവിടെ വെച്ചിട്ട് ഡിവോഴ്സ് പെറ്റീഷനുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അതിനും ഇടം ഇദ്ദേഹം കൊടുത്തില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ആ നടത്തവും നോട്ടവും ഭാവവും എല്ലാം കണ്ടാൽ ആ വൃത്തികേടിൻ്റെ അല്ലെങ്കിൽ ആ ക്രൂരതയുടെ ആ നോട്ടം നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരെ യാതൊരു കാരണവശാലും വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അദ്ദേഹം അർഹിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.